ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആൾട്ടൊക്കെ ഇട്ടിരിക്കുന്ന എന്തിനാന്ന് നിങ്ങൾ വിചാരിക്കും. ബിക്കോസ് ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് ആറ്റുകാല്. നമ്മൾ ഡാൻസ് ക്ലാസ്സിൻ്റെ ആനിവേഴ്സറി ആണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആറ്റുകാല് പോവുകയാണ്. സോ ഇന്ന് നമുക്ക് എൻ്റെ മേക്കപ്പ്, ഡ്രസ്സ്, നമ്മൾ ബ്ലൗസ് ഇടണം, പിന്നെ ഡാൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം എൻ്റെ യൂട്യൂബ് ചാനൽ. എന്തോന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലൗസ് ഒക്കെ ഇട്ടു. ഇനി നമുക്ക് അച്ഛനും കൂടെ റെഡി ആയിട്ട് നേരെ ആറ്റുകാൽ പോയാൽ മതി. സോ മാറുന്നില്ല. അങ്ങനെ നമ്മൾ കാറിലാണ് ആറ്റുകാൽ പോകുന്നത്. 5 o'clock പ്രോഗ്രാം തുടങ്ങും. നമ്മളിവിടെ നിന്ന് 12:30 ഇറങ്ങി. 12:15 ആയപ്പോൾ ഇറങ്ങി. അവിടെ നമ്മൾ 12:42 ആയപ്പോൾ എത്തി. 42-44 ഒക്കെ ആയപ്പോൾ എത്തി. നമ്മളവിടെ ചെന്നപ്പം കുറച്ച് സായന്തന, രേവതി ചേച്ചി, ഭവനി ചേച്ചി, കിങ്ങിണി, പിന്നെ ആര് വന്നു പിന്നെ ആരവി ചേച്ചി, ഇവരൊക്കെ വന്നിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ നമ്മൾ ആറ്റുകാൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഐ എം വെരി എക്സൈറ്റഡ് ടു ഹാവ് ദ പ്രോഗ്രാം. അതും മെയിനായിട്ട് ഇന്ന് ഞാൻ കൃഷ്ണനും രാധയായിട്ട് വിളിക്കുന്നു. അതാണ് ഞാൻ മെയിനായിട്ട്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അത് കേരള നടനമാണ് കേട്ടോ. അപ്പോൾ അത് സാറ് 2 ദിവസം കൊണ്ടാണ് പഠിപ്പിച്ച് തീർത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ, തെറ്റിക്കോ ഇല്ലേ, എങ്ങനെയായിരിക്കും കൃഷ്ണനായിട്ടുള്ള ഫൈനൽ ലുക്ക് എന്നൊക്കെ ഉള്ള ആകാംക്ഷയിലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അതിൻ്റെയൊക്കെ. പക്ഷേ ആ ഡാൻസ് ഏറ്റവും ലാസ്റ്റാണ്, ദാറ്റ് മീൻസ് സെക്കൻഡ് ലാസ്റ്റാണ് ആ ഡാൻസ്. മമ്മി അച്ഛയും വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ നമ്മളോടെ അല്ല കേട്ടോ വരുന്നത്. അവർ ഊബറിലാണ് വരുന്നത്. തുടങ്ങാൻ നേരത്ത് വരാമെന്ന് പറഞ്ഞു. അവിടെ വന്ന് ഈ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലം ഭയങ്കര ചൂടാണ്. ഷീറ്റൊക്കെ ഇട്ടിരിക്കും. ഭയങ്കര ചൂടാന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. ഫാൻ ഇട്ടിട്ട് പോലും ചൂടാണ്. എന്നാൽ പുറത്ത് ഭയങ്കര തണുപ്പാണ്. അങ്ങനെയാണ് അവസ്ഥ. അതുകൊണ്ട് അവർ പറഞ്ഞു ഊബർ വിളിച്ച് നമ്മൾ തുടങ്ങാനാകുമ്പോൾ വരാം. ചീമയും സജിചേട്ടനും വരാമെന്ന് പറഞ്ഞു. ചീമയും സജിചേട്ടനും 5 മണിക്ക് എത്താമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വന്നപ്പോൾ എൻ്റെ 2 ഡാൻസ് കഴിഞ്ഞു. ഒരു 5:30 ഒക്കെ ആയി എത്തിയപ്പം. പിന്നെ 6 o'clock എന്തോ എനിക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് അവരെന്തായാലും കണ്ടു. അങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് പേര് വന്നായിരുന്നു. അപ്പോൾ കിങ്ങിണിയുടെ മേക്കപ്പ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കിങ്ങിണിയുടെ മേക്കപ്പ് ആയിരുന്നു ഫസ്റ്റ് തീർന്നത്. ഇന്ന് 2 മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സായന്ത്രൻ്റെ അമ്മ ജ്യോതി ആൻറ്റി വന്ന് ഹെയറൊക്കെ കെട്ടി തന്നു. ഇതുവരെയായിട്ട് എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ എങ്ങനെ ഹെയർ കെട്ടണമെന്ന്. അത് വേറെ കാര്യം. അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ ദാഹം വന്നു. അങ്ങനെ വെള്ളം കുടിച്ചു. ഞാൻ ബ്ലൗസ് വീട്ടിൽ നിന്നാണ് ഇട്ടുകൊണ്ട് വരുന്നത്. അമ്മ പറയും വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വരും. ആ ബ്ലൗസാണെങ്കിൽ കുത്തിയിട്ട് മനുഷ്യൻ്റെ എനിക്ക് എങ്ങനെയാണ് വന്നതെന്ന് അറിയുമ്പോൾ എനിക്ക് കുത്തണ ഡ്രസ്സ് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ് കുത്തണത്? കമൻറ്റ് ചെയ്യണേ ഇഷ്ടമാണോ അല്ലേന്ന്. മിക്ക ആൾക്കാർക്ക് ഇഷ്ടമല്ലേ ആയിരിക്കും. അങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി. കുറച്ച് പേര് ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നു. മാഗിയല്ല, ഇൻഡോമി എന്ന് പറഞ്ഞ നൂഡിൽസ് കഴിച്ചിട്ട് വന്നു. പിന്നെ ഞാനും സായന്തനയാണ് കൃഷ്ണനും രാധയായിട്ടുള്ള ഇത് കളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിഹേഴ്സൽ നടത്തുകയാണ്. എനിക്കും ദക്ഷയ്ക്കും മാത്രമാണ് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ വരുന്നത്. ബാക്കി എല്ലാവരും കുച്ചിപ്പുടി ഉള്ളതുകൊണ്ട് അവർക്ക് വട മാത്രമാണ്. പക്ഷെ അതാണ് ഗൈസ് ശരിക്കും സുഖമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ. പിന്നെ ഇതാണ് മേക്കപ്പ് മാൻ. സായന്തനയുടെ അപ്പൂപ്പനാണ്. ശ്രീയെന്നാണ് ഞങ്ങളുടെ പേര്. ഫുൾ നെയിം അറിയത്തില്ല. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. അമ്മ എനിക്ക് ഇതൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞു എൻ്റെ മേക്കപ്പ് കഴിഞ്ഞപ്പം 1:32 o'clock ഒക്കെ ആയി. ഞാൻ പറഞ്ഞു 3 o'clock ആയിട്ട് ഇതെല്ലാം ഇടാമെന്ന് പറഞ്ഞു. വളയാണെങ്കിൽ എനിക്ക് ഇറുക്കമാണ്. എനിക്ക് വള ഇഷ്ടമല്ല ഇടുന്നത്. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് വള ഇഷ്ടമല്ല. അങ്ങനെ എൻ്റെ ഫുൾ മേക്കപ്പും കഴിഞ്ഞു. പിന്നെ ശ്രീപാർവതി ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ കിങ്ങിണിയുടെ ചേച്ചിയാണ് ശ്രീപാർവതി ചേച്ചി. ആ ചേച്ചി കേരള നടനം ഉണ്ടായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ചേച്ചിക്ക് ബാക്കി കുച്ചിപ്പുടി ഭരതനാട്യം അത്. അപ്പോൾ സാറ് വന്നായിരുന്നു. സാറ് വന്നിട്ട് പറഞ്ഞു ഈ ഡ്രസ്സ് മതി. സാറാണ് പറഞ്ഞത് കേട്ടോ ഈ ഡ്രസ്സ് എടുക്കാൻ. എൻ്റെ ആക്ച്വലി ഈ ഡ്രസ്സ് അല്ലായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് മറ്റേ ഗ്രീനും റെഡും ഡ്രസ്സായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു ഈ ഡ്രസ്സാണ് എനിക്ക് കുറച്ചുകൂടെ മാച്ച് ചെയ്യണമെന്നും. എനിക്കും അതാണ് തോന്നിയത്, റെഡും ഗ്രീനിനെക്കാട്ടിയും. സാർ ലിസ്റ്റൊക്കെ തന്നായിരുന്നു. ഫസ്റ്റ് 2 എൻ്റെ ഡാൻസാണ്. പിന്നെ എത്ര ഡാൻസ് കഴിഞ്ഞ് എന്തോ 6th ഡാൻസാണ് തണ്ടേ. അതെനിക്കറിയത്തില്ല. സാർ പറഞ്ഞു ബാക്കിൽ നിന്ന് കളിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. തെറ്റിയാലും കുഴപ്പമില്ല, ബാക്കിൽ നിന്ന് കളിച്ചെന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ലാസ്റ്റാണ് രാധേമാധവം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വീട്ടിൽ പോകാം കേട്ടോ. സാറ് പറഞ്ഞു നേരത്തെ റെഡിയായ നേരത്തെ നമുക്ക് അമ്പലം തുറന്നാൽ
അപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് ഡാൻസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. എനിക്ക് ഇപ്രാവശ്യത്തെ കഴിഞ്ഞ വർഷത്തെ മേക്കപ്പിൽ മറ്റേ പൊട്ടായിരുന്നു. എനിക്ക് ആ പൊട്ട് ഇഷ്ടമല്ല. ഇങ്ങനെ വി കണക്ക് ഇരിക്കണ ആ ഒരു പൊട്ടായിരുന്നു. എനിക്ക് ആ പൊട്ട് ഇഷ്ടമല്ല. എനിക്കത് വെച്ചാൽ കൊള്ളത്തില്ല. പിന്നെ ഇനി ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മതി, ബ്യൂട്ടി സ്പോട്ട് ഇട്ടാൽ മതി. ഇതാണ് നീലിമ ചേച്ചി. നീലിമ ചേച്ചിയുടെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആടു മേക്കും കണ്ണേ നീ ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു ഫ്രൂട്ടി വേണോ, അത് വേണോ, എന്ന് വേണോ എന്നൊക്കെ ചോദിച്ച് എന്നെ ചുമ്മാ കൊതിപ്പിക്കുകയാണ്. പക്ഷേ എനിക്കൊന്നും വേണ്ട ഗൈസ്, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ മൂക്കുത്തിയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ചിലങ്ക കൊടുക്കാൻ പോവാണ്. ചിലങ്ക സാറിനെ കൊടുത്ത് സാറ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തരും. സാറിൻ്റെ നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് വെറ്റിൽ വെച്ചാണ് കേട്ടോ നമുക്ക് കൊടുക്കാതെ. പാക്കുണ്ടെങ്കിൽ പാക്കും കൂടെ കൊടുക്കും. എൻ്റെ കയ്യിൽ പാക്കില്ലാത്തതുകൊണ്ട് ഞാൻ പാക്ക് കൊടുത്തില്ല എന്നേ ഉള്ളൂ. ഇത് ദക്ഷയുടെ അമ്മയാണ് കേട്ടോ. ദക്ഷയുടെ അമ്മ. സാറ് പറഞ്ഞു ദക്ഷ ഒരു കൈ കൊണ്ടാണ് കാലിൽ തൊട്ട് തൊഴുതതെന്ന് പറഞ്ഞ് അങ്ങനെ സാർ വഴക്കൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞാൻ കൊടുത്തു. ഞാൻ അല്ലെങ്കിൽ 2 കൈ കൊണ്ടാണ് തൊട്ട് തൊഴുന്നത്. ദക്ഷരമ്മ എല്ലാം എൻ്റെ നോക്കിയാണ് സാമ്പിൾ പറയുന്നത്. ദക്ഷയ്ക്ക് ഒന്നും ഇടാൻ ഭയങ്കര അത്രയ്ക്ക് ഇഷ്ടമല്ല, മോതിരം ഇടാൻ ഇഷ്ടമല്ല, കമ്മൽ ചെറുതായിട്ട, അങ്ങനെ ആൻറ്റി എന്നെ വെച്ച് കമ്പയർ ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ വലിയ ചേച്ചിമാർ പിന്നെ ഇത് കൊടുത്ത് തട്ടുമൊക്കെ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചു. പിന്നെ സാറ് പറഞ്ഞു താഴെയും കൂടെ എന്താ പറയുക പൂവ് വയ്ക്കണമെന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് പൂവാണ്. എൻ്റെ സൈഡിൽ വെക്കുന്ന മൂക്കൂത്തി കാണാനില്ല. അതുകൊണ്ട് ശ്രീ സാർ പറഞ്ഞു സൈഡിലും കൂടെ ഒരു പൊട്ട് വച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ സാറിനെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ച ചിലങ്ക കെട്ടിയിട്ട് ഇന്നലെ ഇവിടെ മീര ചേച്ചിയുടെ അമ്മയുടെയൊക്കെ അരങ്ങേറ്റമായിരുന്നു. മീര ചേച്ചിയുടെ അമ്മയും മീര ചേച്ചിയൊക്കെ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. പിന്നെ ഈ നീലിമ ചേച്ചി ഇവരൊക്കെ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. അങ്ങനെ ഇന്നലെ മീര ചേച്ചിയുടെ അമ്മയുടെ അരങ്ങേറ്റമായിരുന്നു. മീര ചേച്ചിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചു കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് 5th ആ ഒരു ഏജ് പഠിക്കുന്ന കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുച്ചിപ്പുടിയുടെ ഒരു അരങ്ങേറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ 3 അരങ്ങേറ്റങ്ങളുണ്ടായിരുന്നു. 2 ഭരതനാട്യമായിരുന്നു, 1 കുച്ചിപ്പുടിയായിരുന്നു. അങ്ങനെ ടോട്ടൽ 3 അരങ്ങേറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ലിപ്സ്റ്റിക്ക് എനിക്ക് ഈ കളറ് ലിപ്സ്റ്റിക്ക് എനിക്ക് നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഈ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സാണോ, ഞാൻ കൃഷ്ണനായിട്ട് വരുന്ന ഡ്രസ്സാണോ കൊള്ളാമെന്നുള്ളതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കൃഷ്ണനായിട്ടുള്ള ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ പറയണം ഏതാണ് കൊള്ളാമെന്നുള്ളത്, ഡാൻസ് കൊള്ളാമോ എന്നൊക്കെ പറയണം. അതിനിടയ്ക്ക് എൻ്റെ മമ്മി വന്നായിരുന്നു. മമ്മി അച്ചിയും വന്നായിരുന്നു. അവരൊരു 3:30 4 o'clock ആയപ്പോൾ വന്നായിരുന്നു. അങ്ങനെ മമ്മി സെറ്റ് മുണ്ടൊക്കെ എടുത്ത് വന്നു. മമ്മി എല്ലാവരോടൊക്കെ സംസാരിച്ചു, ജ്യോതിൻ്റെയോടൊക്കെ സംസാരിച്ചു. പിന്നെ സായന്തനയുടെ അമ്മയുടെ അടുത്ത്, അതായത് സായന്തനയുടെ അമ്മൂമ്മയുടെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ മമ്മി എല്ലായിടത്തും സംസാരിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തൊന്നും മമ്മിയുടെ കൊച്ചുമോൾ അതാണെന്നാണ്. എൻ്റെ അടുത്ത് ലാസ്റ്റാണ് വരുന്നത്. കൊള്ള മമ്മി. ഞാൻ മിണ്ടൂല. ചുമ്മാ കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. അതിനിടയ്ക്ക് ആരപ്പി ചേച്ചിയുടെ അമ്മ ഇന്ത്യൻ കോഫി ഹൗസിൽ ചെന്ന് നല്ല ചൂട് വടയെന്ന് വെച്ചാൽ നല്ല ചൂട് വടയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കല്ലെങ്കിൽ ഇങ്ങനെ നല്ല ചൂട് ഉഴുന്നുവടയും ചൂട് പരിപ്പുവട, മുരുമരായിരിക്കുന്ന പരിപ്പുവടയും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അത് കഴിച്ചു. എനിക്ക് മമ്മിയുടെ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് വട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചൂട് വടയായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂക്കൂത്തി ഇട്ടിരിക്കണോണ്ട് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ തട്ടും. അപ്പോൾ ഇതിലായോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ എൻ്റെ മൂക്കൂത്തി ഒടിഞ്ഞു, മാല പൊട്ടി, എൻ്റെ ഡ്രസ്സ് ശരിയല്ല, എല്ലാം കൂടെ ആകെ കോളമായി എൻ്റെ കയ്യിൽ വന്നായിരുന്നു. എങ്ങനെ വെച്ചാൽ ഞാൻ ഈ ഓർണമെൻറ്റ്സ് എല്ലാം കുറേ ദിവസത്തിന് ശേഷമാണ് ഇടുന്നത്. അപ്പോൾ ഈ മൂക്കുത്തി ഓൾറെഡി പൊട്ടിയിരിക്കുകയായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഡാൻസ് കഴിഞ്ഞിട്ട് വന്നിരുന്നപ്പോൾ മൂക്കുത്തി ഇരുന്ന് ആടുന്നു. നോക്കിയപ്പോൾ മൂക്കുത്തി പൊട്ടിയിരിക്കുന്നു. അത് പിന്നെ മാല ദ്രവിച്ച് അതൊടിഞ്ഞു. അങ്ങനെ പിന്നെ ഡ്രസ്സ്, അത് എനിക്ക് ആ ഡ്രസ്സ് വലുതായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ അച്ഛൻ്റെ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു, മമ്മിയുടെ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു, അച്ഛൻ്റെ നിന്നും വാങ്ങിച്ചു.
പിന്നെ സാറിൻ്റെ കൂടെ നമ്മളെല്ലാവരും നിന്നൊരു ഫോട്ടോ എടുത്തു. ഇതാണ് നമ്മുടെ ടീം. ആരഫി ചേച്ചി, ഞാൻ, കിങ്ങിണി, സായന്തന സാറ്, രേവതി ചേച്ചി, ശ്രീപാർവ ചേച്ചി, ദക്ഷ, ഭവിനി ചേച്ചി, ഇത്രയും പേരാണ് ഉള്ളത്. ഇനിയും കുറച്ച് ചേച്ചിമാരുണ്ട്. സാറ് എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു പൂ വച്ചത് ശരിയായില്ല, കാണാൻ പറ്റുന്നില്ല, പൂ കാണാൻ പറ്റുന്ന രീതിയിൽ അടുത്ത പ്രാവശ്യം വയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സാറിനോട് നിന്നൊരു ഫോട്ടോ എടുത്തു. മമ്മിയുടെ നിന്ന് അനുഗ്രഹം വാങ്ങിക്കണ ഇത് മാത്രം കണ്ടില്ല. പക്ഷേ അച്ഛനോട് അനുഗ്രഹം വാങ്ങിക്കണതും കണ്ടു, അച്ചിയോട് അനുഗ്രഹം വാങ്ങിക്കണതും കണ്ടു. ഞാൻ വീഡിയോ എടുക്കാത്തപ്പോഴാണ് ഞാൻ മമ്മീനെ അനുഗ്രഹം വെച്ച് ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യം. അങ്ങനെ വേണു സാറിനെ കണ്ടു. എന്നെ പണ്ട് പഠിപ്പിച്ചിരുന്ന സാറാണ് വേണു സാറ്. സാറ് എന്നെ മറന്നുപോയി. ഞാൻ വിചാരിച്ചു അയ്യോ സാറിനെ മറന്നുപോയി. ഞാൻ പറഞ്ഞു വേദ എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു. സാറിന് പണ്ട് എന്നെ പഠിപ്പിച്ച സാറാണ്. ആ സാറിൽ നിന്നാണ് ഞാൻ ഈ വിനേന്ദ്ര സാറിൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് അവിടെ വിളക്ക് കത്തിക്കായിരുന്നു. ഞാൻ ചെന്ന് തൊഴുത് എന്താ പറയുക, നാറ്റുകാല അമ്മയുടെ അടുത്തൊക്കെ തൊഴുത് നല്ല നന്നായിട്ട് കളിക്കാൻ പറ്റണേന്നൊക്കെ പറഞ്ഞ് തൊഴുതു. ആ താഴെ വെച്ചിരിക്കുന്ന ഇലയിലാണ് ഞാൻ തൊഴുതത്. സാറും തൊഴുതു, വേണു സാറും തൊഴുതു. അങ്ങനെ നമ്മളെ എല്ലാവരും തൊഴുത് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേയാണ്, ദാറ്റ് മീൻസ് 4:45 ആയപ്പം സാറും വേണു സാറൊക്കെ വിളക്ക് കത്തിച്ചു. എന്നിട്ട് ഞാൻ പോയി തൊഴുതു. ഞാൻ തൊഴുതിട്ടാണ് എല്ലാവരും തൊഴുതു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എല്ലാവരും പോയിട്ട് ഞാൻ പോകും, എനിക്ക് പോകാൻ പേടിയാണ്. അല്ല ആരും പേടിയെന്നല്ല, എനിക്ക് പോകാൻ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകാറില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ പോവാം. ഞാനുണ്ട്, ആരബി ചേച്ചിയുണ്ട്, കിങ്ങിണിയുണ്ട്, അപർണ ചേച്ചിയുണ്ട്, ദക്ഷയുണ്ട്, പിന്നെ ഭവനി ചേച്ചിയുണ്ട്. നമ്മൾ ഇത്രയും പേരാണ് ഉള്ളത്. ഫ്രണ്ടിൽ പിന്നെ ഈ ചേച്ചിയും കൊണ്ടുണ്ട്. ഈ ചേച്ചിയുടെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ ഗണപതി സ്തുതി ആനന്ദ നൃത്തങ്ങളായിരുന്നു. സെക്കൻഡ് ശങ്കര ശ്രീകരി ആയിരുന്നു. തേർഡ് സൺഡേ, അതെനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സാർ പറഞ്ഞു ബാക്കിൽ നോക്കി കളിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ഏറ്റവും ലാസ്റ്റാണ് രാധേമാധവൻ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങാറായി. ഫാൻ ഇട്ടിരിക്കുന്നു കേട്ടോ, എന്തോ പാകത്തിന് അപ്പോൾ ചൂടെടുത്തില്ല. അങ്ങനെ നമ്മൾ സാനന്ദ മുനീന്ദ്ര ഗണനുതശി ശങ്കരമാനസമുനീലനാർ. ഞാൻ പാടുന്ന തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഈ ഡാൻസിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ അത് കളിക്കുകയാണ്. ആ ഡാൻസാണ് എനിക്ക്. ഈ ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. എനിക്കെന്തോ ഈ ഡാൻസ് കളിക്കുമ്പോൾ എന്തോ ഒരു നല്ല പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വൈബ്. ഞാൻ ഒരു ഗണപതി ഫാനാണ്. ദാറ്റ് മീൻസ് എനിക്ക് ഗണപതിനെ ഭയങ്കര ഇഷ്ടമാണ്. ഗണപതിയുടെ അമ്പലത്തിൽ നിന്നൊക്കെ ഇട്ടാണ് ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ്. അതിനിടയ്ക്ക് ചീമ വന്നായിരുന്നു. എൻ്റെ 2 ഡാൻസും കഴിഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞമ്മ വന്നത്. അതേ കണക്കാണ് നമ്മുടെ ശ്രീപാർവതി ചേച്ചിയുടെ ഡാൻസാണ് കേരള നടനം. ആ ചേച്ചി നന്നായിട്ട് കളിക്കും. എനിക്ക് ഈ ഡാൻസിൻ്റെ പേരറിയത്തില്ല. അത് കഴിഞ്ഞ് ഈ ചേച്ചി സോളോ ആണ് കേട്ടോ. വൃന്ദാവനം എന്ന് പറഞ്ഞൊരു ഡാൻസ് ഉണ്ട് കുച്ചിപ്പുടി, അത് രേവതി ചേച്ചി. ആ ചേച്ചിയും സോളോ ആണ് കളി. പിന്നെ തേനു വന്നു, തേനുവിൻ്റെ അമ്മ വന്നു, തേനുവിൻ്റെ അച്ഛനില്ല, തേനുവിൻ്റെ മാമൻ വന്നു, മാമി വന്നു, പിന്നെ മാമിയുടെ മക്കൾ വന്നു, അതായത് കൈശവും കൈശിയും വന്നു, പിന്നെ കണ്ണനും വന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വൃന്ദാവനം സോളോ കളിക്കുന്നത്. ചീമരെടുത്തിരിക്കുന്നതാണ് തേനു ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി, എന്താണെന്നറിയത്തില്ല, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഇതാണ് രേവതി ചേച്ചി, സോളോ ആണ്, വൃന്ദാവനമാണ്. കൈശിയാണത്, മറ്റേത് കണ്ണൻ, ഇത് തേനു പെട്ടെന്ന് വിളിച്ചപ്പോൾ പേടിച്ച് പോയെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. തേനുവിൻ്റെ അടുത്ത് ചീമയാണ് ഇരിക്കുന്നത്. ഒരു ആൻറ്റി കഴിഞ്ഞിട്ടാണ് ഞാനിരിക്കുന്നത്. ആൻറ്റിക്ക് പല സംശയം എൻ്റെ അടുത്താണ് ചോദിച്ചു തീർക്കുന്നത്. അത് കഴിഞ്ഞ് തണ്ടേ ആയിരുന്നു. ആകെ ഞാൻ മാത്രമാണ് ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സിട്ട് നിൽക്കുന്നത്, സെയിം അല്ലാത്ത ഡ്രസ്സിട്ട് നിൽക്കുന്നത്. അത് പിന്നെ തണ്ടേ. അത് കഴിഞ്ഞ് ഈ ഡാൻസ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഡ്രസ്സ് മാറാൻ പോയി കേട്ടോ. എൻ്റെ ഈ വീഡിയോ കൂടെ കുറച്ച് ഡാൻസിൻ്റെ കുറച്ച് ഭാഗം കണ്ടില്ല, അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഡാൻസ് അറിഞ്ഞൂടാ കേട്ടോ. എന്നിട്ട് ഞാൻ കളിക്കുകയാണ്, എന്തൊക്കെ ഞാൻ കാണിച്ചു കൂട്ടാണ്. എൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഭവനി ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഭവനി ചേച്ചി അറിയാം, ബാക്കിയുള്ള ചേച്ചിമാർ സീനിയേഴ്സാണ്, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും അവർ കളിക്കുന്നത്. അങ്ങനെ പിന്നെ ഇത് കൃഷ്ണനാപ്പെടുന്ന പാട്, കയ്യിലൊക്കെ ഇറുക്കി കെട്ടി മനുഷ്യൻ്റെ കൈ വേദന എടുത്ത് ഇരിക്കുകയാണ്. തലയിൽ കെട്ടഴിച്ചിട്ടാണ് കേട്ടോ ഈ ഇത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ലാസ്റ്റ്
ഇത് എൻ്റെ ലാസ്റ്റ് ഡാൻസാണ്. ബാക്കി എല്ലാവരുടെയും അല്ല, എൻ്റെയും സായന്ത്രിൻ്റെയും ലാസ്റ്റ് ഡാൻസാണിത്. എനിക്ക് ഈ ഡാൻസ് ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു എൻ്റർടൈനിങ് ഡാൻസാണ്. എനിക്ക് കൃഷ്ണനെ ഇഷ്ടമാണ്. കൃഷ്ണൻ, ഗണപതി, അയ്യപ്പൻ ഇവരൊക്കെ വൈബ് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഞാൻ. എനിക്കപ്പോൾ ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൃഷ്ണനാവുന്നത്. മിക്കവാറും ഇത് കളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഞാൻ രാധയായിരിക്കുമെന്ന്. പക്ഷേ അല്ല, കൃഷ്ണനായിരുന്നു. മേക്കപ്പ് സാറ് പറഞ്ഞു കൃഷ്ണനാവാൻ തന്നെ ഭാഗ്യം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും കൃഷ്ണനായോ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ചില ചേച്ചിമാരിങ്ങനെ കൃഷ്ണൻ്റെ വേഷം കെട്ടുമ്പോൾ നല്ല രസമായിട്ട് വരും. അതേ കണക്ക് ഞാനിരുന്നു. ആ തലയിൽ വെച്ച ആ ഒരു സാധനമില്ലേ, അത് ഇവരുണ്ടാക്കിയാണ് കേട്ടോ. ആക്ച്വലി ഇതല്ല വയ്ക്കാതിരുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് സാറിന് അറിയാമായിരുന്നു അത് വെച്ചാൽ തല എന്തായാലും നല്ല വെയിറ്റ് ആയിരിക്കും, തലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞ് സാറ് മാറ്റിയാണ് ഇതുണ്ടാക്കിപ്പിച്ച് വെച്ചത്. ഇത് പിന്നെ രാധ റെഡിയാവാൻ പോയതേ ഉള്ളൂ. ഒരു ഡാൻസ് തീർന്നപ്പോൾ രാധ റെഡിയാവാൻ പോയതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഈ കൃഷ്ണനാണോ അതേ രാധയാണോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്? അതേ കൃഷ്ണൻ്റെ രാധയും കോംബോ കൊള്ളാമോ എന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേ കണക്ക് തന്നെ എൻ്റെ ഈ ഡ്രസ്സാണോ അതേ ഞാൻ ഭരതനാട്യത്തിനിട്ട ഡ്രസ്സാണോ കൊള്ളാമെന്നുള്ളതെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. ഇതാണ് സായന്തന. രാധ വന്നു, കൃഷ്ണനും വന്നു. രാധയാണോ കുറച്ചുകൂടെ ഭംഗി, കൃഷ്ണനാണോ ഭംഗിയെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ റെഡിയായി വന്നു. നമ്മൾ രണ്ടുപേരും റെഡിയായി വന്നു. ഒരു കൊച്ചു കുട്ടിയുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. സൗപർണിക ചേച്ചിയും അപർണ ചേച്ചിയുടെയും, അതായത് സൗപർണിക ചേച്ചിയുടെ മോള്, അപർണ ചേച്ചിയുടെ ഐ തിങ്ക് അപർണ ചേച്ചിയുടെ ദാറ്റ് മീൻ ഞാൻ എൻ്റെ കുഞ്ഞമ്മേരെ ആരാണ് ഞാൻ, അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദ്യം തന്നെ. ആ കൊച്ചുകുട്ടിയുടെ കുഞ്ഞമ്മയാണ് അപർണ ചേച്ചി. അതും അങ്ങനെ അവരായിരുന്നു. അവരുടെ ഡാൻസ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഡാൻസ്. എങ്ങനെയുണ്ട് കൃഷ്ണനും രാധ കോംബോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി കേരള നടനമാണ്. അങ്ങനെയാണ് പാട്ട്. എനിക്ക് കറക്റ്റായിട്ട് പാട്ട് പാടാൻ അറിയാത്തില്ല, പക്ഷേ സായന്തനം നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഇങ്ങനെ ഓടി ഓടി കളിക്കുകയാണ്. ഗോവിന്ദൻ അന്വേഷണം നടക്കുകയാണ്. ഗോവിന്ദൻ ബാക്കിൽ കൂടെ നടക്കുകയാണ്. അത് വേറെ കാര്യം. അത് നല്ല കോമഡി ആയിരുന്നു കേട്ടോ. എനിക്ക് ആ സീൻ ഇപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് വീടിനകത്തൂടെ പോയി, അല്ല കൃഷ്ണൻ വീടിനകത്തൂടെ ഇങ്ങനെ കയറിപ്പോയി, അങ്ങനെയുള്ള സീൻ. പിന്നെ നമ്മൾ മേക്കപ്പ് സ്ഥലത്തെത്തി. ഡ്രസ്സെല്ലാം മാറ്റി, ബ്ലൗസും പാൻറ്റും മാത്രമായിട്ട് ഡ്രസ്സും ബാക്കിയെല്ലാ ഡ്രസ്സും അയച്ച് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്ത് ചീമ തൊഴുതിട്ടേ പോവുള്ളൂ. ഞാനും പോകാൻ നേരത്തെ മമ്മിയും അച്ഛയും നമ്മളോടാണ് വരുന്നത്. സാറിനെ കണ്ടു, സാറിൻ്റെ കാലിൽ പിടിച്ച് തൊഴുതു, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞു. നമ്മൾ മേക്കപ്പ് എല്ലാം അഴിച്ചപ്പോൾ ഒരു സുഖം ഗായ്സ്, അത് വേറെ ലെവലാണ്. ഈ ഭരതനാട്യം പ്രോഗ്രാം ചെയ്തിട്ടുള്ളവർക്ക് അറിയാതെ. അങ്ങനെ നമ്മൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു, വീടെത്തി. ഞാൻ ഫ്രഷായി, മുടിയൊക്കെ ഇങ്ങനെ വാരി കെട്ടിയപ്പോൾ ഒരു ആശ്വാസമുണ്ട്. പിന്നെ ഇതൊക്കെ അടുക്കി പറക്കി വെക്കണം, അതൊരു ടാസ്ക്കാണ്. എല്ലാം തുരുമ്പെടുത്ത് പോയാട്ടോ. കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് പ്രോഗ്രാം വന്നത്. അങ്ങനെ തുരുമ്പെടുത്തിരിക്കുകയാണെല്ലാം. അതിനെയൊക്കെ ഇനി ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫുഡ് അച്ഛൻ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ, അതും പിന്നെ ചിക്കൻ ലെഗ് പീസ് ഉണ്ട്. അതിനെ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഗ്രില്ല് ചെയ്തു, ഓയിലൊന്നും ഒഴിക്കാതെ ഗ്രില്ല് ചെയ്തെടുത്തു. അതും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാം നല്ല സുഖമായിട്ട്.